കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. അല്ലേ? കുഞ്ഞാലിക്കുട്ടി ഇന്ത്യൻ അല്ലേ? വിശകല പറയുന്നത് കുഞ്ഞാലിക്കുട്ടി ഇന്ത്യൻ അല്ലെന്നാ. ബാക്കിയും കൂടെ കേൾക്കാം. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് എന്താണ് വിശകല ഉദ്ദേശിക്കുന്നത്? ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ്, ഏത് പാരമ്പര്യം, ഏത് രക്തം? അല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. വിശകല എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ നാട്ടടുത്ത് പറഞ്ഞേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ പാരമ്പര്യവും കുഞ്ഞാലിക്കുട്ടിയുടെ സിരകളിൽ ഓടുന്ന രക്തവും ഒക്കെ വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിയാകാനുള്ള യോഗ്യത ഇല്ല എന്നാണ് വിശകല പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. അപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ പാരമ്പര്യം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ രക്തം, കുഞ്ഞാലിക്കുട്ടിയുടെ സിരകളിൽ ഓടുന്ന ആ രക്തത്തിന്റെ കളറ് മഞ്ഞയാണോ, പച്ചയാണോ, നീലയാണോ? അല്ല, എനിക്കറിയത്തില്ല. എന്നിട്ട് എനിക്കിട്ട് പണിയാതെ പിരിഞ്ഞു പോകാൻ പറ. എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ കളറ് ചുവപ്പാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ കളർ മാത്രം പച്ചയോ മഞ്ഞയോ നീലയോ ആണോ എന്ന് എനിക്കറിയത്തില്ല. വിശകല പറയുന്നത് അങ്ങനെയാണ്. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ആ പാരമ്പര്യവും ആ രക്തവും ഒക്കെ വെച്ച് കണക്കിലെടുത്താൽ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിയാകാൻ യോഗ്യത ഇല്ലെന്ന് ആണ് വിശകലയെന്ന് പറയുന്നത്. എന്തോ കൈയുണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടാണ്. അത് ഈ ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ്. ശശികല വിഴുങ്ങണ്ട, അതെ ഇവിടെ വെച്ചോണ്ട് അങ്ങിരുന്നാ മതി. എന്നെ തേച്ചതാണല്ലേ? വന്നിരുന്ന് വീം വിളക്കുന്നുണ്ടല്ലോ. ചരിത്രം അറിയാം. ഏത് ചരിത്രത്തിലാണ് മനുഷ്യരെ തമ്മിൽ വേർതിരിച്ച് കാണുന്ന? ഏത് ചരിത്രമാണ്? ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ കളറ് മതം നോക്കി പറയുന്നത് ഏത് ചരിത്രമാണ്? ഒരു പൊടിക്ക് കിറുക്കണ്ടോന്നുകൂടി സംശയമുണ്ട്. മുസ്ലിംസിന്റെയും ക്രിസ്ത്യൻസിന്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിന്റെ കളറ് മഞ്ഞയോ നീലയോ പച്ചയോ? ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ മാത്രമാണോ ചുവപ്പ് രക്തമുള്ളത്? ഈ മനുഷ്യരുടെ എല്ലാം സിരകളിൽ ഓടുന്ന രക്തത്തിന്റെ നിറം ചുവപ്പാണ്. ജാതിയും മതവും ഒക്കെ ഉണ്ടാക്കിയത് മനുഷ്യരാണ്. അതല്ലേ അതിന്റെ ഒരു ന്യായം. എനിക്ക് പറയാനുള്ള, ഇവരെ പോലെ വിഷം തുപ്പുന്ന ഈ വക ചീഞ്ഞ കേസുകളൊക്കെ എടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്നവരോടാണ്. അപ്പൂപ്പനായാലും ഞാനായും പറയും. എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? ഈ ശശികല എന്ന് പറയുന്ന സ്ത്രീക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത്? ഇതുപോലെ ഇരുന്ന് വർഗീയ വിഷം തുപ്പുന്നതാണോ ഇവരുടെ ക്വാളിഫിക്കേഷൻ? കഷ്ടപ്പെട്ട് ചിരിക്കണ്ടടാ, തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി. ഇവരെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിക്കുമ്പോൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത്? ഇവർ ഈ ചീറ്റുന്ന വിഷമോ ആണോ? മതം പറഞ്ഞും ജാതി പറഞ്ഞും കുലം പറഞ്ഞും മനുഷ്യരെ തമ്മിലടുപ്പിക്കുക. കുഞ്ഞാലിക്കുട്ടിയുടെ രക്തം വേറെയാണ് പോലും, പാരമ്പര്യം വേറെയാണ് പോലും, അതുകൊണ്ട് മന്ത്രിയാകാൻ യോഗ്യതയില്ല പോലും. എന്ത് ഊളത്തരമാണ് സ്ത്രീയെ നിങ്ങൾ ഈ പറയുന്നത്? എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. പാമ്പിനെ കാട്ടിലും വിഷമാണ് വിശകലയുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ.